നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ മുരളീധരന്റെ പരാജയം. തൃശൂർ DCC ഓഫീസിൽ കെ മുരളീധരൻ വിഭാഗവും ജോസ് വള്ളൂർ വിഭാഗവും തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC പ്രസിഡന്റ് ഒന്നാം പ്രതി. വിഷയത്തിൽ നേരിട്ട് ഇടപെടാനും അന്വേഷണം നടത്താനും തീരുമാനിച്ച KPCC നേതൃത്വം. പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ പോലീസ് അക്കാദമിയിൽ SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 36-കാരൻ തൃശൂർ മാടായിക്കോണം സ്വദേശി ജിമ്മി ജോർജ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുങ്ങൽ സ്വദേശി ബാഹുലയന്റെ മകൾ 17 വയസ്സുള്ള കാർത്തികയാണ് മരിച്ചത്. പാലക്കാട് കണ്ടെയ്നറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രയ്ക്ക് ദാരുണാന്ത്യം. മുടപ്പല്ലൂർ സ്വദേശി ചന്ദ്രന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപമായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ സുഹൃത്ത് കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ 34-കാരൻ ജയേഷിന്. ആക്രമണം നടന്നത് വ്യക്തിവൈരാഗ്യത്താൽ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അന്വേഷണം നടത്താനൊരുങ്ങി KPCC. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം സംഘർഷത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർക്കാകെ നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്നാണ് ഗ്രൂപ്പ് ഭേദമന്യേ ആവശ്യമുയരുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിൽ സംശയനിഴലിലായ DCCക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഏറ്റെടുത്തെങ്കിലും തൃശൂരിലെ പോസ്റ്റർ യുദ്ധം കൂട്ടത്തല്ല് വരെ എത്തി. കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് വിഷയത്തിൽ നേരിട്ട് ഇടപെടാനും അന്വേഷണം നടത്താനും KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും പാർട്ടിക്ക് ഇനിയും നാണക്കേടുണ്ടാക്കരുതെന്നുമാണ് ഇരു വിഭാഗത്തിനും നേതാക്കൾ നൽകിയ താക്കീത്. കെ മുരളീധരനും ഇതേ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചും DCC ഓഫീസിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി KPCC അധ്യക്ഷൻ K സുധാകരൻ തൃശൂരിലെത്തുമെന്നാണ് സൂചന. അതേസമയം ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ സജീവൻ കുര്യച്ചിറ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി സജീവൻ കുര്യച്ചിറയുടെ മൊഴിയെടുത്ത പോലീസ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെ കേസെടുത്തു. അന്യായമായി സംഘം ചേരുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് DCC ഓഫീസിൽ പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിന് പിന്നാലെ തൃശൂരിൽ ഇന്നും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ. MP വിൻസെന്റിനും അനിൽ അക്കരയ്ക്കുമെതിരെയാണ് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി 4-ാം ദിവസമാണ് തൃശൂരിലെ തോൽവിയിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിക്കുന്നത്. MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അനിലക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ. ഇന്നലെ വൈകിട്ടാണ് DCC ഓഫീസിൽ പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിലായി നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കൂട്ടത്തല്ലായത്. മുരളീധരൻ അനുകൂല വിഭാഗം നേതാവും DCC സെക്രട്ടറിയുമായ സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന സംഘം മർദ്ദിച്ചുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുപ്പറമ്പിൽ ബാഹുലയന്റെ മകൾ 17-കാരി കാർത്തികയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കടിക്കാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് കാർത്തിക. തൃശൂർ പോലീസ് അക്കാദമിയിൽ SI ആത്മഹത്യ ചെയ്ത നിലയിൽ. പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ ജിമ്മി ജോർജിനെയാണ് അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയ ആശുപത്രി ബ്ലോക്കിന് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ് തൃശൂർ മാടായിക്കോണം സ്വദേശിയായ ജിമ്മി ജോർജ്.
വിയ്യൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് സ്കൂട്ടറും കണ്ടെയ്നറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. മുടപ്പല്ലൂർ സ്വദേശി ചന്ദ്രന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് മേഴ്സി കോളേജിന് സമീപം കോട്ടായി റോഡ് പരിസരത്ത് വെച്ചായിരുന്നു അപകടം. കണ്ണോട്ടുകാവ് ക്ഷേത്ര ദർശനത്തിനായി ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്നു ഗിരിജ സഞ്ചരിച്ച വാഹനത്തിൽ കണ്ടെയ്നർ തട്ടിയതിനെ തുടർന്ന് റോഡിലേക്കു തെറിച്ചു വീണ ഗിരിജയുടെ ശരീരത്തിൽ കണ്ടെയ്നറിന്റെ പിൻചക്രം കയറിയിറങ്ങുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ ഗിരിജ മരണപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ ഇയാൾ സ്വദേശി 34 വയസ്സുള്ള ജയേഷിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30 സംഭവം നടന്നത്. സുഹൃത്തായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇരുവരും തമ്മിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് ജയേഷിന്റെ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് പോവുകയായിരുന്ന ജയേഷിനെ യുവാവ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മർദ്ദനത്തിൽ തലയ്ക്കു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പി മമ്മിക്കുട്ടി MLAയുടെ MLA എക്സലൻസ് അവാർഡ് വിതരണം നടന്നു. കുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ 540ഓളം കുട്ടികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും മണ്ഡലത്തിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നുമായി സമ്പൂർണ്ണ A+ നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് പി മമ്മിക്കുട്ടി MLAയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചേർന്ന് അവാർഡ് സമ്മാനിച്ചു. MA ഫാസിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ഖാദർ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ MK ശരത്, KS ശോഭന, TK ബഷീർ, P പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന കുഴിയിലേക്ക് വീണ പശുവിനെ വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലാണ് പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത്. മാലിന്യജലം നിറഞ്ഞ കുഴിയിൽ നിന്ന് പശുവിന്റെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. ഉടൻ തന്നെ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന വിഭാഗത്തെ വിവരമറിയിക്കുകയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലത്തെത്തി നീണ്ട നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പരിക്കുകളൊന്നും ഏൽക്കാതെ പശുവിനെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണം എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ്സ് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. സാധാരണക്കാരൻ, ഏറ്റവും മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അതുപോലെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ. ആദരം 2024 എന്ന പേരിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമൻറ്റോയും പ്ലാവിൻ തൈകളും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് A സോമൻ, സെക്രട്ടറി ഇൻചാർജ് VP സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരള സർക്കാർ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ സംസ്ഥാന ഫാക്കൽറ്റി അംഗം T ഹാഷിം,
കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ബാലൻ അനുസ്മരണം നടന്നു. പാലക്കാട് നടന്ന അനുസ്മരണം മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധികാരങ്ങൾ തേടിയെത്തുമ്പോഴും ജനപക്ഷത്തു നിന്ന പി ബാലൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയും ആവേശവുമാണെന്നും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന പി ബാലൻ പ്രതിസന്ധികളെ തന്മയത്വത്തോടെ മറികടന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ CV ബാലചന്ദ്രൻ പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലി, മാണിയോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിൽ ഞങ്ങളൊക്കെ നിരവധി ശുപാർശ ചെയ്തപ്പോൾ കലക്ടറോടായാലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് വിനീതമായി സംസാരിക്കും. അത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് സംസാരിക്കുക. നമ്മൾ ചെന്ന് പറഞ്ഞാൽ തന്നെ ആ വിഷയം അപ്പം അങ്ങ് വിളിക്കുന്നില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടവരെ വിളിക്കുക. അപ്പൊ വിളിക്കുമ്പോൾ അത് മനസ്സിലായ സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്കൊരു പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശൈലി നമുക്ക് ബോധ്യപ്പെടുന്നു. പരിപാടിയിൽ PV രാജേഷ് അധ്യക്ഷനായി. KPCC ഭാരവാഹികളായ C ചന്ദ്രൻ, CP മുഹമ്മദ്, ഹരിഗോവിന്ദൻ, ശാന്ത ജയറാം, P ബാലഗോപാൽ, VC കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നു. ജൂൺ 9, 10 തീയതികളിലാണ് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ തിരുമേനിയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത്. ജ്യോതിഷ പണ്ഡിതരായ പാടൂർ പ്രമോദ് പണിക്കർ, വരവൂർ സേതുമാധവ പണിക്കർ, കരിമ്പ ഹരി തുടങ്ങിയവർ ദേവപ്രശ്നത്തിന് നേതൃത്വം നൽകും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേവപ്രശ്നത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തെക്കുറിച്ച് പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി രാമചന്ദ്രൻ, പ്രസിഡന്റ് CV ദിനേശൻ, കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണകുമാർ കോലിയേരി തുടങ്ങിയവർ വിശദീകരിച്ചു. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ: ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശ്രീ പാടൂർ പ്രമോദ് പണിക്കർ, ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ വരവൂർ സേതുമാധവ പണിക്കർ, ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ കരിമ്പ ഹരി പണിക്കർ. ഈ ദേശത്തെ പ്രതിനിധീകരിച്ച് ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശശികുമാര പണിക്കർ ആണ് ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ. എല്ലാവരുടെ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നു. ജൂൺ 9 തീയതി കാലത്ത് 9:30 മണിക്കാണ് നമ്മുടെ ദേവപ്രശ്നം ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം വരെ ദേവപ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം തിങ്കളാഴ്ച 10 തീയതി തിങ്കളാഴ്ചയും അത് തുടരുന്നതാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും നമ്മുടെ ദേശത്തെ എല്ലാ ദേശവാസികളുടെയും പൂർണ്ണ സഹകരണവും സാന്നിധ്യവും സഹായമായി ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ബാലൻ അനുസ്മരണം നടത്തി. കുളപ്പുള്ളിയിൽ നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും പാർട്ടിക്ക് വലിയ പേരുകളുണ്ടാക്കിക്കൊണ്ട് പാർട്ടിയെ സുസജ്ജമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ശ്രീ ബാലേട്ടൻ, അതുമാത്രമല്ല ഈ കേരള സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവും അതോടൊപ്പം തന്നെ ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ സംരക്ഷണം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ ബാലേട്ടൻ. കുളപ്പള്ളിയിലുള്ള ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, ജില്ലാ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, OM ഗോപികൃഷ്ണൻ, PM മുരളീധരൻ, C സരോജിനി, P വാസുദേവൻ, C ജയപ്രകാശ്, M രവീന്ദ്രൻ, വിനോദ് പുത്തൻവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. UDFന്റെ നേതൃത്വത്തിൽ VK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഷൊർണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായത്. UDF നേതാക്കളായ VK ശ്രീകൃഷ്ണൻ, TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, അപ്പു, വിജയപ്രകാശ് ശങ്കർ, പാലോളി ഹുസൈൻ,
യൂസഫ് ഹാജി, പി താഹിർ, എ ഉണ്ണികൃഷ്ണൻ, കെ വേണുഗോപാൽ, അനിൽകുമാർ, ആനന്ദ്, പ്രവീൺ, ശാന്ത, ശ്രീകല രാജൻ, വി സരോജിനി, ടി സീന, വി പി രാധാകൃഷ്ണൻ, ഒ എം ഗോപികൃഷ്ണൻ, ശരഞ്ജിത്ത് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കെ മുരളീധരന്റെ പരാജയം. തൃശൂർ DCC ഓഫീസിൽ കെ മുരളീധരൻ വിഭാഗവും ജോസ് വള്ളൂർ വിഭാഗവും തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC പ്രസിഡന്റ് ഒന്നാം പ്രതി. വിഷയത്തിൽ നേരിട്ട് ഇടപെടാനും അന്വേഷണം നടത്താനും തീരുമാനിച്ച KPCC നേതൃത്വം. പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ പോലീസ് അക്കാദമിയിൽ SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 36-കാരൻ തൃശൂർ മാടായിക്കോണം സ്വദേശി ജിമ്മി ജോർജ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുങ്ങൽ സ്വദേശി ബാഹുലയന്റെ മകൾ 17 വയസ്സുള്ള കാർത്തികയാണ് മരിച്ചത്. പാലക്കാട് കണ്ടെയ്നറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രയ്ക്ക് ദാരുണാന്ത്യം. മുടപ്പല്ലൂർ സ്വദേശി ചന്ദ്രന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപമായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ സുഹൃത്ത് കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ 34-കാരൻ ജയേഷിന്. ആക്രമണം നടന്നത് വ്യക്തിവൈരാഗ്യത്താൽ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.